മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വകാര്യ ഉടമസ്ഥയിലുള്ള പന്നി ഫാമിലാണ് ഇത്തരത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 20-ലധികം പന്നികളാണ് സ്വകാര്യ ഉടമസ്ഥയിലുള്ള പന്നി ഫാമിൽ ചത്തൊടുങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ റെസ്ക്യൂ ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 20-ലധികം പന്നികളാണ് കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. സ്വകാര്യ ഉടമസ്ഥയിലുള്ള പന്നി ഫാമിലാണ് ഇത്തരത്തിൽ 20-ലധികം പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ റെസ്ക്യൂ ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഈ കോടഞ്ചേരിയിലാണ് ഈ ഒരു സ്വകാര്യ ഫാമിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിപ്തി, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 7-ാം വാർഡിലെ മുണ്ടൂർ എന്ന സ്ഥലത്താണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലാണ് കൂട്ടത്തോടെ പന്നികൾ ചത്തൊടുങ്ങിയിരിക്കുന്നത്. 20-ലധികം പന്നികൾ അസ്വാഭാവിക രീതിയിൽ ചത്തത് ശ്രദ്ധയിൽപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധന ഫലം കഴിഞ്ഞ ദിവസമാണ് അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പന്നികളിൽ ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ രോഗം കാട്ടുപന്നികളിലേക്കും അതുപോലെ തന്നെ വളർത്തുപന്നികളിലേക്കും അതിവേഗം പടർന്നു പിടിക്കുമെങ്കിലും മനുഷ്യരിൽ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ രോഗം ബാധിച്ചാൽ പന്നികളിൽ 100% വരെ മരണനിരക്ക് ഉയർത്തുന്ന ഗൗരവകരമായ ഒരു രോഗാവസ്ഥയാണിത്. ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച പന്നിയുടെ രക്തം, മാംസം, അവശിഷ്ടങ്ങൾ, രോഗം ബാധിച്ച പന്നികളുമായി നേരിട്ടുള്ള സമ്പർക്കം എന്നിവയിലൂടെയെല്ലാം തന്നെ ഈ രോഗം വ്യാപിക്കുകയും ചെയ്യും. ഈ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരിയുടെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ വകുപ്പുമായി നടത്തിയ മീറ്റിംഗിൽ കേന്ദ്ര സർക്കാരിന്റെ ആഫ്രിക്കൻ പന്നിപ്പനി ആക്ഷൻ പ്ലാൻ പ്രകാരം അസുഖം വന്ന ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പന്നികളെ കൊന്നൊടുക്കുകയും അസുഖം വന്ന പന്നി ഫാം അണുവിമുക്തമാക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പന്നി ഫാം എല്ലാം തന്നെ അണുവിമുക്തമാക്കി തുടങ്ങുന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസങ്ങളെ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ, കടകളെല്ലാം അടച്ചിടണമെന്നും നിശ്ചിത കാലയളവിലേക്ക് ഈ 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പന്നികളെയോ അല്ലെങ്കിൽ പന്നിമാംസമോ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തുള്ള 9 കിലോമീറ്റർ ചുറ്റളവ് സ്ഥലം നിരീക്ഷണ മേഖലയായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരീക്ഷണ മേഖലയിൽ പന്നിമാംസ വിൽപ്പന അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പന്നികളെയോ പന്നിമാംസമോ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു അറിയിപ്പും ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാട്ടുപന്നികളുമായി സമ്പർക്കം വരാൻ സാധ്യതയുള്ള സ്വകാര്യ പന്നി ഫാമുകൾ ഫെൻസിംഗ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതും നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചതിനാൽ മൃഗസംരക്ഷണ വകുപ്പും കോടഞ്ചേരി പഞ്ചായത്തും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കി തുടങ്ങിയിട്ടുണ്ട്. ദീപ്തി, ശരി. കോഴിക്കോട് കോടഞ്ചേരി മുണ്ടൂരിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ ഉടമസ്ഥയിലുള്ള പന്നി ഫാമിലാണ് ഇത്തരത്തിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഇതേ തുടർന്നാണ് ഈ ഒരു പന്നികളുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത്. ഇതിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ആഫ്രിക്കൻ പന്നിപ്പനിയാണ് മരണകാരണം എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണമാണ് പന്നികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പന്നികളെ കുഴിച്ചു മൂടുകയും അണുവിമുക്തമാക്കുന്ന നടപടികളടക്കം സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പന്നിമാംസം നിശ്ചിത കാലയളവിൽ വിൽക്കാനോ പ്രദേശത്ത് വിൽക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ പാടില്ല എന്നടക്കമുള്ള കർശന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അസ്വാഭാവിക രീതിയിൽ ചത്തൊടുങ്ങിയ പന്നികളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ 20ഓളം പന്നികളാണ് അസ്വാഭാവിക രീതിയിൽ ചത്തൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോടഞ്ചേരി പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.